നമസ്കാരം. അങ്കമാലി സ്പന്ദന ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിൽക്കുന്നത് കറൂറ്റി പഞ്ചായത്തിൻ്റെ 13-14 വാർഡുകളിൽ ഇന്ന് രാവിലെ 10 മണിക്ക് മിന്നൽ ചുഴലിക്കാറ്റുണ്ടായി. അനേകം നാശനഷ്ടങ്ങളാണ്. ആളപായങ്ങളൊന്നുമില്ല. അതായത് ഒരു 10ഓളം പോസ്റ്റുകൾ ഒടിഞ്ഞു, അത് 50ഓളം തേക്ക് എന്ന് വേണ്ട 10ഓളം വീടുകൾക്ക് കേടുപാടുകൾ, 2000ഓളം വാഴകൾ നശിച്ചുപോയി. ജാതി കർഷകരുടെ ജാതികളൊക്കെ മറഞ്ഞുപോയി. അത് ഏറ്റവും കൂടുതൽ നാശനഷ്ടം സംഭവിച്ചത് SC കോൺവെൻറ്റിനാണ്. പിന്നെ 10ഓളം വീടുകളിലേക്ക് ഓരോ മരങ്ങളായിട്ട് മറിഞ്ഞു വീണു. തെങ്ങ് മറിഞ്ഞ് വീഴൽ, പ്ലാവ്, പുളി മറിഞ്ഞ് ആ ചേട്ടൻ്റെ കാർ ഷെഡുമ്പോൾ വീണിട്ട് കാരണമൊന്നും പറ്റിയില്ല. ഷെഡും വാളമുളി കൂടി കട പോലെ അവിടെ മറിഞ്ഞു പോയി. അപ്പോൾ യോഗം കൊണ്ടാണ് അവരൊക്കെ രക്ഷപ്പെട്ടത്. കറുകുറ്റി പള്ളിയുടെ തെക്കേ കുരിശിൻ്റെ അടുത്തുള്ള ST കോൺവെൻറ്റിനാണ് കൂടുതലും നാശനഷ്ടങ്ങൾ സംഭവിച്ചതെന്ന് പറഞ്ഞു. അവിടുത്തെ തേക്ക് മരങ്ങളാണ് റോഡിലേക്ക് മറിഞ്ഞ് അപ്പുറത്തെ മതിലും കടന്നുപോയത്. വൻ നാശനഷ്ടമാണ്. വലിയ പ്ലാവ് കണ്ട്, ആ വളപ്പിൽ വലിയൊരു പ്ലാവ് ഉണ്ടായിരുന്നു. ആ പ്ലാവും 14-ാം വാർഡിലെ അടയ്ക്കാമരം, തെങ്ങ്, കവുങ്ങ് എന്ന് വേണ്ട ജാതി, പുളിമരം എല്ലാം നിലം പതിച്ചു. അവർ പറഞ്ഞത് 2 മിനിറ്റത്തെ സമയം കൊണ്ടാണ് ഇതൊക്കെ സംഭവിച്ചത്. അതിൽ ഏറ്റവും കൂടുതൽ ഇടപെട്ടത് ഫയർഫോഴ്സുകാർ. എല്ലാ മെയിൻ വഴികളൊക്കെ ക്ലിയർ ചെയ്തു. കപ്പോളയുടെ ഷീറ്റൊക്കെ പറന്നുപോയി. അതുമാതിരി ചുഴലിക്കാറ്റ് ആയിരുന്നു അവിടെ കണ്ടു നിന്ന ദൃക്സാക്ഷികൾ പറഞ്ഞത്. ഭാഗ്യം കൊണ്ടാണ് ST കോൺവെൻറ്റിൽ 2-3 പണിക്കാരുണ്ടായിരുന്നു. അവർ ഭാഗ്യം കൊണ്ട്, തലനാരികൾക്ക് ഭാഗ്യം കൊണ്ടാണ് അതവിടുന്ന് ആ ഔപ്പാടൻ പൗലോസ് എന്ന് പറഞ്ഞ ചേട്ടൻ ഇന്ന് രക്ഷപ്പെട്ടതെന്ന് പറയുന്നത്. നാട്ടുകാരൊക്കെ ഓടിക്കൂടി ഇപ്പോൾ ഭാഗ്യം കൊണ്ട് ആ ചേട്ടൻ രക്ഷപ്പെട്ടു. ജാതിത്തോട്ടങ്ങളാണ് ഈ കിടക്കുന്നത്. കണ്ടമാനം, ഓഞ്ഞാടം അമ്പലത്തിൻ്റെ പ്രദേശം, അത് വേണ്ട അങ്ങനെ പോകുന്ന ആ സൈഡ് മൊത്തം എല്ലാം പോസ്റ്റുകളും അറിഞ്ഞുകൊണ്ട് കറണ്ട് സപ്ലൈയും ഇല്ലാതായിരിക്കുകയാണ്.